Hi, Namaste. Welcome back to another interesting topic of our English class. Guys, today we are going to discuss a very beautiful and heart-touching story, Vanka, written by a Russian writer Anton Chekhov. മനുഷ്യരുടെ കഷ്ടതകളും യാതനകളും ഒക്കെ നമുക്ക് എപ്പോഴും വേദനാജനകമാണ് അല്ലെ. നമുക്കത് അങ്ങനെയുള്ള കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് അനുഭവപ്പെടുക വളരെയധികം വേദനയായിരിക്കും. പക്ഷെ അത് ഒരു 9 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെതാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടിയുടേതാകുമ്പോൾ അത് വളരെയധികം ഹൃദയഹാരിയാണ്. അത്തരത്തിൽ ഒരു 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയുടെ കഥയാണ്, അവന്റെ സ്ട്രഗിളിങ് അല്ലെങ്കിൽ അവന്റെ കഷ്ടപ്പാടുകളുടെ കഥയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വങ്ക എന്ന ചാപ്റ്റർ. So guys, shall we start? Yes. 9-year-old Vanka Chekhov, who had been apprenticed 3 months ago to Alyakan the shoemaker, did not go to bed on Christmas Eve. So our hero here is Mr. Vanka, a 9-year-old boy. 9 വയസ്സ് മാത്രം പ്രായമുള്ള വങ്ക ഷിക്കോഫ് എന്ന ആ കുഞ്ഞു കുട്ടി, അവൻ ഒരു ഷൂ മേക്കറിന്റെ, അലിയ ഖാൻ എന്ന ഒരു ഷൂ മേക്കറിന്റെ കടയിൽ ഒരു അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ യു ഓൾ നോ, എ പെയ്ഡ് ട്രെയിനിങ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 3 മാസം മുൻപാണ് അവൻ അവിടെ ഒരു അപ്രന്റീസ് ട്രെയിനി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് വന്നത്. And he was not able to sleep on the Christmas Eve. Apprentice 3 months ago to Alyak and the shoemaker did not go to bed on Christmas Eve. Christmas തലേന്ന് അവന് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവൻ ഉറങ്ങിയില്ല. ക്രിസ്മസ് തലേന്ന് മറ്റെല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ ചർച്ചിലെ പള്ളിയിലെ പ്രാർത്ഥനകളിലുമായിട്ട് മുഖരിതമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വങ്ക എന്ന 9 വയസ്സുകാരന് ഉറങ്ങാൻ സാധിച്ചില്ല. He waited till his master and the mistress and the senior apprentices had gone to church, and then took from the cupboard a bottle of ink and a pen with a rusty nib, spread out a crumpled sheet of paper, and was all ready to write. അവൻ തന്റെ യജമാനന്റെ ഭാര്യയും മറ്റു സീനിയർ അപ്രന്റീസും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും ക്രിസ്മസ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയിലോട്ട് പോകുന്നത് വരെ അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. ക്രിസ്മസ് തലേന്ന് അവർ ക്രിസ്മസ് പ്രാർത്ഥനയ്ക്കായി പള്ളിയിലോട്ട് പോകുന്നതും കാത്ത് അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരവിടുന്ന് പോയതും, അവർ പള്ളിയിലേക്ക് പോയതും വളരെ പെട്ടെന്ന് ഇവൻ ചാടി എണീറ്റ് കബോർഡിൽ നിന്ന് ഒരു ചുരുട്ട് കൂട്ടിയ ഒരു പേപ്പറും ഒരു തുരുമ്പ് പിടിച്ച ഒരു പേനയും തപ്പിപ്പിടിച്ച് ഒരു മഷിക്കുപ്പിയും തപ്പിപ്പിടിച്ച് എടുത്തിട്ട് എന്തോ എഴുതുവാനായി തയ്യാറാവുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ അവര് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. മീൻസ് അവരെ കണ്ടാൽ ചിലപ്പോൾ ഇവൻ അനുവദിക്കില്ലായിരിക്കും, എഴുതാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടിയാകാം ഇവൻ. അപ്പൊ അങ്ങനെ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവർ പോയതും ഇവൻ ആ കബോർഡിൽ നിന്ന് ഒരു പെന്നും മഷിക്കുപ്പിയും ഒരു തുരുമ്പ് പിടിച്ച ഒരു പേനയും മഷിക്കുപ്പിയും ക്രംബിൾഡ് പേപ്പർ, വളരെ ഒരു ചുരുട്ടി കൂട്ടിയ പേപ്പറും ഒക്കെ ആയിട്ട് വന്നു. ആ പേപ്പറിന് ഒരു മേശയുടെ പുറത്ത് വെച്ചിട്ട് എന്തോ എഴുതുവാനായി തയ്യാറാവുകയാണ്. And before tracing the first letter, he glanced several times anxiously at the door and window, peered at the dark icon with the shells holding cobblers last stretching on either side of it, and gave a quivering sigh. The paper lay on the bench, and Vanka knelt on the floor at the bench. ആ എഴുതുന്നതിന് മുമ്പ് അവൻ കുറെ തവണ ആരെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ താൻ എഴുതുന്നത് മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, മറ്റാരെങ്കിലും കടന്നു വരുമോ, അത് കാണുമോ എന്നുള്ള ആ ഒരു ഉത്കണ്ഠയിൽ അവൻ ആ ജന്നൽ പാളിയിലേക്കും ആ വാതിലിലേക്കും ഒക്കെ നിരന്തരം ഇങ്ങനെ നോക്കിയിരുന്നു. അവൻ ആദ്യത്തെ വാക്ക് എഴുതുന്നതിന് മുൻപ് അവൻ ഇങ്ങനെ വളരെയധികം ആൻഷ്യസ് ആയിരുന്നു, ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്നറിയാനായിട്ട്. അതിനുശേഷം അവൻ ആ ബെഞ്ചിന്റെ പുറത്ത് ഒന്ന് വിരിച്ചിട്ട് മുട്ടുകുത്തി നിന്ന് എന്തോ എഴുതുകയാണ്. അവൻ അങ്ങനെ എഴുതാൻ ആരംഭിച്ചു. Dear Granddad Constantin Makaresh, he wrote,
Yes, he wrote a letter to his grandfather. പ്രിയപ്പെട്ട മുത്തച്ഛൻ കോൺസ്റ്റാന്റിൻ മക്കറിഷ്. ഇതൊരു റഷ്യൻ കഥയാണ്. റഷ്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു കഥയാണ്. അപ്പോൾ അവരുടെ പേരുകളും ഒരു വെറൈറ്റി പേരുകളായിരിക്കും. അപ്പോൾ അവൻ നമ്മുടെ വങ്ക തന്റെ മുത്തശ്ശന് എഴുതുന്ന കത്താണ്. ഡിയർ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാന്റിൻ മക്കറിഷ്, ഹി റോട്ട്. പ്രിയപ്പെട്ട മുത്തശ്ശൻ കോൺസ്റ്റാന്റിൻ മക്കറിഷ്, I am writing a letter to you. I send you Christmas greetings and hope God will send you his blessings. I have no father and no mummy and you are all I have left. I am writing a letter to you. ഞാൻ അപ്പൂപ്പനെ എഴുതുന്നത് ഇത് ക്രിസ്മസ് ഈവ് ആണ്. ഞാൻ ഈ എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നേരുന്നു. കൂടാതെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും മുത്തശ്ശന് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പൂപ്പൻ അറിയാം, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും അവശേഷിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരേ ഒരു വ്യക്തി അങ്ങാണ്. And I have no father and no mummy and you are all I have left. എനിക്ക് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ബന്ധു, അല്ലെങ്കിൽ എനിക്ക് എന്റേതെന്ന് പറയാനായിട്ട് അവശേഷിക്കുന്ന ഒരേ ഒരാൾ അപ്പൂപ്പ, അത് താങ്കളാണ് എന്ന് പറഞ്ഞ് അവൻ ആ കത്ത് എഴുതി തുടങ്ങുകയാണ്. Vanka raised his eyes to the dark window pane in which the reflection of the candle flickered. അവൻ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ മെഴുകുതിരിയുടെ നാളം ഇങ്ങനെ കാറ്റിലാടുന്ന ഇതിനനുസരിച്ച് അവൻ ആ വിൻഡോയിലോട്ട്, ആ വാതിലിലോട്ട് ഒന്ന് നോക്കുന്നുണ്ട്. Dark window pane in which the reflection of the candle flickered. In his imagination he distinctly saw his granddad Konstantin Makarish. അവൻ ആ ഇമാജിനേഷനിൽ അങ്ങനെ ഇരുന്നിട്ട് ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് അവന്റെ അപ്പൂപ്പനെ ഒന്ന് ഓർക്കുകയാണ്. അവന്റെ അപ്പൂപ്പന്റെ ആ ഒരു രീതികൾ, ആ മനുഷ്യനെ കുറിച്ച് അവൻ ആലോചിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ കോൺസ്റ്റാന്റിൻ മക്കറിഷ്, വങ്കയുടെ ഗ്രാൻഡ് ഡാഡ്, അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റിയും അദ്ദേഹത്തിനെ കുറിച്ചുമാണ് നെക്സ്റ്റ് പറയുന്നത്. സോ പ്ലീസ് അണ്ടർലൈൻ ദോസ് വേർഡ്സ് ബിക്കോസ് ഒരു അപ്പൂപ്പന്റെ ചിലപ്പോ ഈ കോൺസ്റ്റാന്റിൻ മക്കറിഷിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാം. സോ what kind of a person he is? He was a night watchman on the estate of some gentlefolk called Shivrev. ഒരു ലാൻഡ് ആയ ഷിവ്രേവിന്റെ എസ്റ്റേറ്റിലുള്ള നൈറ്റ് വാച്ച്മാൻ ആണ് നമ്മുടെ കോൺസ്റ്റാന്റിൻ മക്കറിഷ്. He was the night watchman on the estate of some gentlefolk called Shivrev, and he was small, lean, old man about 65, but remarkably lively and agile, with a smiling face and eyes blurry with drink. Yes, and his physical features. അദ്ദേഹം എങ്ങനെയുള്ള എത്രക്കാരനായിരുന്നു, അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രായം, അതെല്ലാം ആ സെന്റൻസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വളരെ സ്മോൾ, ലീൻ, ഓൾഡ് മാൻ അബൌട്ട് 65, 65 വയസ്സ് മാത്രം പ്രായമുള്ള വളരെ ലീൻ ആയിട്ടുള്ള വളരെ കുറിയ ഒരു മനുഷ്യൻ. ആൻഡ് but remarkably lively and agile with a smiling face and eyes blurry with drink. വളരെയധികം എപ്പോഴും സന്തോഷത്തോടുകൂടി, മുഖം എപ്പോഴും പ്രസന്നമായിരിക്കുന്ന, സന്തോഷത്തോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടി നടക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ വങ്കയുടെ ഗ്രാൻഡ് ഫാദർ. Then in the daytime he either slept in the kitchen or sat joking with the cook and kitchen maids. പകൽ സമയങ്ങളിൽ വാച്ച്മാൻ ആണ്. പകൽ സമയങ്ങളിൽ അദ്ദേഹം അടുക്കള ഭാഗത്ത് എങ്ങാനും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുകയായിരിക്കും. In the daytime he either slept at the kitchen or sat joking. ഒന്നുകിൽ ആ അടുക്കള ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുകയായിരിക്കും അദ്ദേഹം. അല്ല എങ്കിൽ അവിടെയുള്ള കുക്കിന്റെയും അവിടെ ഉള്ള അടുക്കളക്കാരികളുടെയും അല്ലെങ്കിൽ അടുക്കളയിൽ സെർവൻസിന്റെയും ഒക്കെ കൂടെ നിന്ന് തമാശകളും പറഞ്ഞ് ഒരു തമാശക്കാരനാണ് നമ്മുടെ വങ്കയുടെ അപ്പൂപ്പൻ. 65 വയസ്സ് പ്രായമുണ്ട്. ഈ 65-ാം വയസ്സിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടു കൂടി തമാശകളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു,
അവിടെയുള്ള ആ സെർവൻസിനെയും ഒക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് നടക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. In the daytime, he either slept in the kitchen or sat joking with the cook and kitchen maids. In the night, he wrapped himself in a great sheepskin coat, walked round and round the estate, sounding his rattle. Yes, and he was a night watchman. That's why in the night time, രാത്രി സമയങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? wrapped himself in a great sheepskin coat. ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് ആ ഒരു ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട് ധരിച്ചിട്ട് രാത്രി അദ്ദേഹം എന്ത് ചെയ്യുന്നു? റോന്ത് ചുറ്റുന്നു. അദ്ദേഹം ആ എസ്റ്റേറ്റിലൂടെ ഒക്കെ ഒന്ന് നടക്കും. വാക്ക് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ് സൗണ്ടിങ് ഹിസ് റാറ്റിൽ. അദ്ദേഹത്തിന്റെ ഈ റാന്തൽ വെച്ചിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും. ആൻഡ് 2 dogs ഈറ്റ് ആൻഡ് കഷ്ടങ്ക. അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും 2 പട്ടികളും കാണും. ഒന്നിന്റെ പേര് ഈൽ എന്നും മറ്റൊന്ന് കഷ്ടാംഗ എന്ന് പറയുന്ന 2 പട്ടികള് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും കാണാം. would follow him with drooping heads. He was named on account of his black coat and long vessel-like body. ആ ഈലിന് ആ ഒരു പേര് കിട്ടാൻ കാരണം അതിന്റെ ആ ഒരു നിറമാണ്, അതിന്റെ ആ ഒരു കറുത്ത നിറവും കാരണമാണ് അതിന് അങ്ങനെ ഈൽ എന്ന പേരിട്ട് വിളിച്ചത്. He was wonderfully respectful and insinuating. വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരുടെ ഒരു അറ്റൻഷൻ നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരോടും ഒന്ന് ഒരു ബഹുമാനമൊക്കെ ഉള്ള ഒരു പട്ടിയായിരുന്നു ഈ. But he had the same appealing glance on the friends and strangers alike, but he inspired confidence in no one. His deferential manner and docility were a pretext for his cunningness and hostility. അതല്ല, അവന്റെ ഒരു അടവായിരുന്നു. ഇവിടെ ഈ എന്ന ആ ഒരു നായയുടെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെയാണ് ഇവിടെ പറയുന്നത്. അതല്ല, അവന്റെ ആ ഒരു റെസ്പെക്ട്ഫുൾ അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു അറ്റൻഷൻ നേടിയെടുക്കുന്ന ആ ഒരു പ്രകൃതമൊക്കെ അവന്റെ ഒരു അടവായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഹി വാസ് അഡാപ്റ്റഡ് ടു സ്റ്റീലിംഗ് അപ് ടു സ്നാപ്പ് അറ്റ് എ ഫുഡ്. അതായത് ഈ പട്ടികളെ പിടിക്കുന്ന ഒരു കെണിയിൽ നിന്നൊക്കെ വളരെ വിദഗ്ധമായിട്ട് അവൻ ഈ ഒറ്റക്കാല് വെച്ചിട്ടൊക്കെ ഇങ്ങനെ നടന്ന് രക്ഷപ്പെടുമായിരുന്നു. ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്. മത്സ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ഐസ് ഹൗസിലേക്ക് ആരും കാണാതെയൊക്കെ ഇവൻ എന്ത് ചെയ്യും? പതുക്കെ കടന്ന് അതിനെടുക്കാനായിട്ട് ശ്രമിക്കും. ഓർ സ്നാച്ചിങ് എ പെസൻസ് ചിക്കൻ. കർഷകരുടെ കോഴികളൊക്കെ ഇവൻ എന്ത് ചെയ്യും? വളരെ വിദഗ്ധമായിട്ട് പിടിക്കാൻ മിടുക്കനാണ് നമ്മുടെ ഈൽ എന്ന് പറയുന്ന ഈ നായ. And his hind legs had been slashed again and again. Twice he had been strung up. He was beaten with an inch of his life every week, but he survived it all. അങ്ങനെ പലപ്പോഴും ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവനെ പിടികൂടിയിട്ടുണ്ട് ആൾക്കാര്. ഇവനെ ശരിക്കും ഇവനെ തല്ലി കിട്ടിയിട്ടുണ്ട്. ഇവന്റെ മുൻകാലുകൾ മാത്രം ഇവനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. കുറെ പ്രാവശ്യം ഇവനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് നല്ല രീതിയിൽ ഇവനെ അടി കൊടുത്തിട്ടുണ്ട്. അവസാന ശ്വാസം വരെ അവന് മരിക്കുമെന്നുള്ള കണക്കിന് വരെ ഇവനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ആഴ്ചയും പതിവായിട്ട് ഇവന് അടി കിട്ടുന്നതാണ്. പക്ഷെ അവസാനം എന്ത് ചെയ്യും? അവൻ രക്ഷപ്പെടും. But he survived. Then Granddad was probably standing at the gate at this moment, screwing up his eyes to look at the bright red light coming from the church windows, or jumping about in his felt boots, fooling with the servants. Granddad was probably standing at the gate at this moment. ഈ സമയം നമ്മുടെ വങ്ക ഓർക്കുകയാണ്. ഈ സമയം എന്റെ അപ്പൂപ്പൻ എന്ത് ചെയ്യായിരിക്കും? Screwing up his eyes to look at the bright red light coming from the church windows. Church windows, ചർച്ചിൽ നിന്ന് വരുന്ന ആ ബ്രൈറ്റ് റെഡ് ലൈറ്റ് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്റെ അപ്പൂപ്പൻ ഇപ്പോ. Or stamping about his felt boots, fooling with the servants. സെർവൻസിനെ ഒക്കെ ഒന്ന് കളിയാക്കി വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്റെ അപ്പൂപ്പൻ. And his rattle would be fastened to his belt. He would be throwing out his arms and hugging himself against the cold door with his old man's titter, pinching a maid or one of the cooks. Have a nip, he would say, holding out his snuff box to the woman. The woman would take a pinch and sneeze. Grandfather would be overcome with delight, breaking out into jolly laughter and shouting, "Good for frozen noses."
വളരെയധികം സന്തോഷത്തോടു കൂടി ഇപ്പൊ കഴിയുന്നുണ്ടാവും എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മറ്റു ഒരു മാനറിസംസ് പറയുകയാണ്. കാരണം വളരെ തണുപ്പാണ്, പുറത്ത് വളരെ തണുപ്പാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഹി ഹേർഡ് ഹിംസെൽഫ്, വളരെയധികം ഇങ്ങനെ കൈകളെല്ലാം ഇങ്ങനെ കൂട്ടി കെട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതോടൊപ്പം അദ്ദേഹത്തിന് ഈ മൂക്കുപൊടി വലിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, തന്റെ അവിടെ ഉള്ള ആ മെയ്ഡ്സിനോടുകൂടി ആ സെർവൻസിന്റെ കൂടെ ഒക്കെ പോയി നിന്ന് ഈ മൂക്കുപൊടി വലിക്കുകയും എന്നിട്ട് അവർക്കൊക്കെ അവിടെ ആ സ്ത്രീകൾക്ക് എന്ത് ചെയ്യും, മൂക്കുപൊടി വലിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയും അവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ മൂക്കുപൊടി വലിച്ച് തുമ്മുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ അപ്പൂപ്പന്റെ ഒരു മാനറിസമാണ്. എന്നിട്ട് ഈ കൂടെയുള്ള ആ സ്ത്രീകളും മറ്റു സെർവൻസും ഒക്കെ തുമ്മുന്ന സമയത്ത് അപ്പൂപ്പൻ പറയും, 65 വയസ്സുള്ള ഒരു ഗ്രാൻഡ് ഫാദർ ആണ്, വളരെ ജോളിയാണ്, വളരെയധികം ജോക്കൊക്കെ അടിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഈ തണുത്ത മൂക്കുകൾക്ക് ഈ മൂക്കുപൊടി വളരെ നല്ലതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. ആൻഡ് ഗുഡ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് നോസസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മൂക്കുപൊടി കൊടുക്കും. അതാണ് എന്റെ അപ്പൂപ്പന്റെ ഒരു മാനറിസം എന്ന് പറയുന്നത്. Then even the dogs would be given snuff. Kastanga would sneeze, shake her head and walk away offended, but eel, too polite to sneeze, would wag his tail and the weather was glorious. Then even the dogs would be given snuff. അപ്പൂപ്പൻ പട്ടികൾക്ക് എന്ത് കൊടുക്കുമായിരുന്നു, മൂക്കുപൊടി കൊടുക്കുമായിരുന്നു. ഈ ഈലും കഷ്ടങ്കയും എന്ന് പറഞ്ഞ 2 പട്ടികളുണ്ട്. പട്ടികൾ ഇങ്ങനെ ഈ മൂക്കുപൊടി വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുമ്പോൾ പട്ടികൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു മൂക്കുപൊടി വെച്ച് വലിക്കാനായിട്ട് കൊടുക്കും. ആൻഡ് കഷ്ടങ്ക വുഡ് സ്നീസ്, ഷേക്ക് ഹർ ഹെഡ് ആൻഡ് വാക്ക് അവേ. കഷ്ടങ്ക എന്ത് ചെയ്യും, വളരെയധികം തുമ്മിയിട്ട് അവിടുന്ന് പെട്ടെന്ന് ഓടിക്കളയും. അതേസമയം the eel, too polite to sneeze, would wag his tail and the weather was glorious. ഈൽ പക്ഷെ എന്ത് ചെയ്യുന്നു, ആ മൂക്കുപൊടിയൊക്കെ വലിച്ചിട്ട് അവിടെ തന്നെ വളരെയധികം പൊളൈറ്റ് ആയിട്ട് അവിടെ അങ്ങനെയൊക്കെ നിൽക്കുമെന്ന് പറയുന്നത്. Then and the weather was glorious. Climate, it was very amazing and glorious one. The air was still transparent and fresh. It was dark night with the whole village with its white roofs, the smoke rising from the chimneys, the trees silver with the rain. The snowdrifts could be seen distinctly. The sky was sprinkled with gaily twinkling stars, and the Milky Way stood out as clearly as if newly scrubbed for the holiday and polished with snow. It's a December season, right? അതൊരു ഡിസംബർ മാസമായിരുന്നു. കാരണം ക്രിസ്മസ് ഈവ് ആണ്. ഈ സമയം ഭയങ്കര തണുപ്പാണ്. മാത്രമല്ല മഞ്ഞുകാലമാണ്. പുറത്ത് മുഴുവനും മഞ്ഞ്, ആ മരത്തിലും അല്ലെങ്കിൽ റൂഫിലും ഒക്കെ മഞ്ഞ് കട്ടകൾ ഇങ്ങനെ വളരെയധികം നിറങ്ങി നിൽക്കുന്നുണ്ടാവും. ട്രാൻസ്പാരന്റ് എയർ ആയിരിക്കും. അദ്ദേഹം ആ ക്ലൈമറ്റിന്റെ വളരെയധികം ആ റഷ്യയുടെ അറ്റ്മോസ്ഫിയറിക് ഫീച്ചേഴ്സ് അതിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് ആന്റൺ ചെക്കോഫ് ആ സെന്റൻസിൽ, ആ പാരഗ്രാഫിൽ വർണ്ണിക്കുകയാണ്. Then Vanka sighed, dipped his pen in the ink and went on writing. ഒരു ദീർഘനിശ്വാസത്തോടു കൂടി വങ്ക അവന്റെ എഴുത്ത്, അവന്റെ റൈറ്റിംഗ് അവൻ തുടരുകയാണ്. ദെൻ അടുത്ത് അവൻ അവന്റെ അപ്പൂപ്പന്റെ അടുത്ത് അവന്റെ ആ ദയനീയമായിട്ടുള്ള അവസ്ഥ, അവന്റെ ഇപ്പോഴത്തെ നിലവിലെ ജീവിത സാഹചര്യം, അവന്റെ ആ ഒരു വളരെ കഷ്ടതകളെല്ലാം അപ്പൂപ്പനോട് വിവരിക്കുകയാണ് അടുത്ത പാരഗ്രാഫിൽ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വൺ. ദാറ്റ് പാസേജ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ ബിക്കോസ് ഒരു റൈറ്റപ്പ് എഴുതാൻ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവന്റെ പതറ്റിക് കണ്ടീഷൻ, ദ ലൈഫ് ഡിസ്ക്രൈബ് ദ ലൈഫ് ഓഫ് വങ്ക ഇൻ ഷൂമേക്കേഴ്സ് ഹൗസ് എന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരത്തിലൊരു ചോദ്യം ഒരു റൈറ്റപ്പിനോ നരേഷന് വേണ്ടിയിട്ടോ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ടോ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ നെക്സ്റ്റ് വായിക്കാൻ പോകുന്നത്. സോ please underline those words and it's very important. And yesterday I had such a hiding. The master took me by the hair and dragged me out into the yard and beat me with the stirrup strap because by mistake I went to sleep while rocking their baby. അപ്പൂപ്പ, ഇന്നലെ എനിക്ക് വളരെ ദയനീയമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായി. കാരണം ഇന്നലെ
എന്റെ മാസ്റ്റർ എന്നെ പൊതിരെ തല്ലി എന്ന് പറഞ്ഞാല് അമ്മാതിരി എന്നെ അടിച്ച് അവശനാക്കി. അദ്ദേഹത്തിന്റെ ആ ഒരു ബെൽറ്റ് വെച്ചിട്ട് അതിൽ പറയുന്നുണ്ട് സ്റ്റിറപ്പ് സ്ട്രാപ്പ് എന്ന് വെച്ചാൽ ഈ ചെരുപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാടം പോലുള്ള ഒരു വസ്തു, ആ ഒരു സാധനം വെച്ചിട്ട് എന്നെ ഒരുപാട് തല്ലി. എന്റെ തലമുടിയൊക്കെ പിടിച്ച് വളരെയധികം തലമുടിയെ പിടിച്ച് പുറകിലോട്ട് ഇടിച്ച് എന്നെ തൂക്കിയെടുത്ത് വെളിയിലെ യാർഡിൽ കൊണ്ടിട്ടു. അവിടെ ഇട്ട് പുറത്ത് കൊണ്ടിട്ടിട്ട് ആ മഞ്ഞിൽ കൊണ്ടിട്ടിട്ട് എന്നെ ഒരുപാട് തല്ലി. അതിന് കാരണം അവരുടെ കുഞ്ഞിനെ ഉറക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം ക്ഷീണിതനായിരുന്നു. അവരുടെ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലാട്ടി ഉറക്കുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. ആ യജമാനൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ തൊട്ടിലിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ അറിയാണ്ട് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം എന്നെ ഒരുപാട് തല്ലി, എന്നെ തൂക്കിയെടുത്ത് എന്റെ തലയിലൊക്കെ പിടിച്ച് ഒരുപാട് എന്നെ അടിച്ചു. എന്നെ തൂക്കിയെടുത്ത് വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ ഇട്ട് ആ ഷൂ ഉണ്ടാക്കുന്ന ലാടം അതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് എന്നെ ഒരുപാട് തല്ലി എന്ന് പറയാണ്. Then took me by the hair and dragged me out into the yard and beat me with the stirrup strap because by mistake I went to sleep while rocking their baby. And on the last week the mistress told me to get a herring and I began from the tail and he picked up the herring and rubbed my face with the head. അപ്പോൾ മാത്രമല്ല വേറൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, എന്റെ യജമാനത്തി അവരെനിക്ക് ഒരു ഹെറിംഗ് ഫിഷ്, ഒരു ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിഷ്, ഹെറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ മത്സ്യം, അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ തന്നു. എനിക്കത് മുൻ പരിചയമൊന്നും ഇല്ലാത്തതായിരുന്നു. ഞാൻ അതിന്റെ വാൽ ഭാഗത്ത് നിന്ന് ആ മത്സ്യത്തിന്റെ വാൽ ഭാഗത്ത് നിന്ന് ഞാൻ അതിന്റെ തൊലി ഇങ്ങനെ മുറിച്ചെടുക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് യജമാനത്തി ആ മത്സ്യത്തിനെ എടുത്തിട്ട് എന്റെ മുഖത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് തേക്കുകയുണ്ടായി. ഞാൻ എന്തോ അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ആ മത്സ്യം കട്ട് ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ തെറ്റായിട്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരുപാട് അടിച്ചു. And one day last week the mistress told me to gut a herring and I began from the tail and she picked up herring and rubbed my face with the head. The other apprentice made fun of me. They sent me to the tavern for vodka and make me steal the master's cucumbers and the master beats me with the first thing he finds. മാത്രമല്ല ഇവിടെയുള്ള സീനിയർ അപ്രന്റീസസ് എന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ട്, എന്നെ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. കാരണം അവരെന്നെ ഈ മദ്യഷാപ്പുകളിലേക്ക് പറഞ്ഞയച്ച് മദ്യം വാങ്ങിപ്പിക്കുക മാത്രമല്ല യജമാനന്റെ കുക്കുംബേഴ്സ് എല്ലാം എന്ത് ചെയ്യും, മോഷ്ടിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ മോഷ്ടിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരെന്നെ അടിക്കും, അവരെന്നെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഞാൻ പോയി മോഷ്ടിച്ച് അവർക്ക് അത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് യജമാനൻ എന്നെ കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണോ ആദ്യം കിട്ടുന്നത് അത് വെച്ചിട്ട് എന്നെ അടിക്കുകയും ചെയ്യും. കമ്പാണോ കല്ലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിലും ആദ്യം എന്താണോ അദ്ദേഹം കാണുന്നത് അത് വെച്ചിട്ട് എന്നെ ഒരുപാട് തല്ലും. Then and there is nothing to eat. They gave me bread in the morning and the gruel for dinner and the evening bread again, but I never get tea or cabbage soup. Papa, മാത്രമല്ല എനിക്ക് കഴിക്കാനായിട്ട് ഒന്നും തരുന്നില്ല. കഴിക്കാനായിട്ട് ഒന്നും തരൂല. രാവിലെ ഒരു ബ്രെഡ്, രാത്രിയും ബ്രെഡ്, പിന്നെ ഒരല്പം സമാധാനം എന്ന് പറയുന്ന ഉച്ചയ്ക്ക് ഒരല്പം കഞ്ഞി തരും. എനിക്കല്ലാണ്ട് ചായയോ കാബേജ് സൂപ്പോ ഒന്നും തന്നെ ഇവര് കഴിക്കാനായിട്ട് തരുന്നില്ല. ഞാൻ ഭയങ്കരധികം എനിക്ക് വിശപ്പ് സഹിച്ച് ഇവിടെ നിൽക്കുകയാണ്. They gobble it all up themselves. അവരെല്ലാവരും അത് ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങും. എനിക്കൊന്നും തരില്ല. എനിക്ക് 2 നേരം ബ്രെഡും പിന്നെ കുറച്ച് കഞ്ഞിയും മാത്രം തരുമ്പോ അവര് കാബേജ് സൂപ്പും മറ്റ് ആഹാരങ്ങളും ഒക്കെ അവർ ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങും, എനിക്ക് തരില്ല. And they make me sleep in the passage and when the baby cries I don't get any sleep at all. മാത്രമല്ല എന്നെ ഒരു ഇടനാഴിയിലാണ് എനിക്ക് ഉറങ്ങാനായിട്ട് സ്ഥലം കിട്ടുക. ഞാൻ ആ ഇടനാഴിയിൽ കിടന്ന് ഉറങ്ങാം, പക്ഷെ എനിക്ക് ഉറങ്ങാനും പറ്റില്ല. കാരണം എപ്പോഴൊക്കെയോ ആ രാത്രി മുഴുവനും അവരുടെ കുഞ്ഞ് കിടന്ന് കരയുന്ന സമയത്ത് ഞാനാണ് ആ കുഞ്ഞിനെ എന്ത് ചെയ്യേണ്ടത്, ആ തൊട്ടിലാട്ടി ഉറക്കേണ്ടത്. And when the baby cries I don't get any sleep at all. I have to rock it.
dear granddad, for the dear Lord's sake, take me away from here. എന്റെ അപ്പൂപ്പ ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കൂ, എന്നെ ഒന്ന് ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോകൂ. And take me home to the village. I can't bear it any longer, oh granddad. I beg and implore you. അപ്പൊ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, എന്നെ ഇവിടുന്ന് ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് വേണം. ഐ കാൺ ബിയർ ഇറ്റ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി എനിക്കിത് കൂടുതൽ ഇവിടെ സഹിക്കാൻ പറ്റില്ല. ഓ ഗ്രാൻഡ് ഐ ബെഗ് ആൻഡ് ഇംപ്ലോർ യു. ഞാൻ അപേക്ഷിക്കുകയാണ്, ഞാൻ അങ്ങയുടെ കാല് പിടിക്കുകയാണ്, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് എന്ത് ചെയ്യൂ, ഒന്ന് രക്ഷിക്കൂ, എന്നെ ഇവിടുന്ന് ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റൂ എന്ന് പറയാണ്. Will always pray for you. Do take me away from here or I'll die. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. അപ്പൂപ്പൻ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നത് അപ്പൂപ്പൻ കാണേണ്ടി വരും എന്ന് പറയുന്നു. Then Vanka's lips twitched. He rubbed his eyes with a black face and gave a sob. അവനൊന്ന് തേങ്ങി കരഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ലെറ്റർ എഴുതുന്നത്. Then I will grind you. Then എന്നെ ഇവിടുന്ന് കൊണ്ടുപോയാൽ ഞാൻ എന്തൊക്കെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യാമെന്ന് അവൻ അപ്പൂപ്പനോട് പറയുകയാണ്. I grind your snuff for you. ഞാൻ അപ്പൂപ്പന് മൂക്കുപൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആ പുകയിലേക്ക് ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്ത് തരാം. And he went on, I will pray for you and you can flog me as hard as you like if I am not. ഞാൻ എന്തേലും തെറ്റ് ചെയ്താലും, ഞാൻ എന്തേലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അപ്പൂപ്പ എന്നെ എത്ര വേണേ തല്ലിക്കോ. ഞാൻ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പൂപ്പനെ എന്നെ എത്ര വേണേലും അടിച്ചോ, ഇരുമ്പിട്ട് എന്തെങ്കിലും അടിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. Then, and if you think there is nothing for me to do, I'll ask the steward to take pity on me and let me clean the boots, or I'll go as a shepherd boy instead of Vidya. എനിക്ക് അവിടെ ചെയ്യാൻ ജോലി ഒന്നും ഇല്ലെന്ന് അപ്പൂപ്പൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ജോലിക്കാരുടെ ഷൂസ് ഒക്കെ എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഫെദിയയ്ക്ക് പകരം ഞാൻ ഷെപ്പേർഡ് ബോയ് ആയിട്ട്, ഞാനൊരു ഇടയനായിട്ട് അവിടുത്തെ കാറ്റിൽസിനൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടി, മേയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം, എന്നെ ഒന്ന് ഇവിടുന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയാം. Then, dear granddad, I can't stand it. It is killing me. I thought I would run away on foot to the village, but I have no boots and I'm afraid of the frost. എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലുണ്ട്, എനിക്ക് ആ വില്ലേജിലോട്ട് ഓടി വന്നാലെന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങി ഓടി വന്നാലെന്നുണ്ട്, പക്ഷെ ഓടി വരാനായിട്ട് എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് ചെരുപ്പില്ല, നല്ലൊരു ഷൂസ് ഇല്ല, നല്ലൊരു ചെരുപ്പില്ല. ഞാൻ ഈ മഞ്ഞിൽ കൂടെ എനിക്ക് ഓടാനായിട്ട് പേടിയാണ്, അല്ലെങ്കിൽ ചിലപ്പോ ഈ ഭയങ്കര കൊടും തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് എനിക്ക് ഈ ബെയർ ഫൂട്ടായിട്ട് എനിക്ക് ഓടി അങ്ങോട്ട് വരാൻ ഉള്ള ധൈര്യമില്ല. And when I grow up to be a man, I'll look after you and I will not let anyone hurt you. And when you die, I will pray for your soul like I do for my mummy. Then വളരെ രസകരമായിട്ട് അവൻ പറയാണ്, അപ്പൂപ്പ ഞാൻ വലുതാവുമ്പോ, ഞാനൊരു മുതിർന്ന ആളാവുമ്പോ ഞാൻ അപ്പൂപ്പനെ നോക്കിക്കോളാം. When I grow up to be a man, I'll look after you and I will not let anyone hurt you. ഞാൻ ഒരാളെ പോലും അപ്പൂപ്പനെ എന്ത് ചെയ്യാൻ, ഉപദ്രവിക്കാനായിട്ട് സമ്മതിക്കൂല. ഒരാളെ പോലും അപ്പൂപ്പനെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കൂല. And when you die, I will pray for your soul like I do for my mummy. പിന്നെ അപ്പൂപ്പ ഇനി മരിക്കുമ്പോൾ അപ്പൂപ്പന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞാനിപ്പോ എന്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ അപ്പൂപ്പ മരിക്കുമ്പോ അപ്പൂപ്പന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ചോളാം എന്ന് പറയാം. Then, Moscow is such a big town. There are so many gentlemen's houses and such a lot of horses and no sheep and the dogs are not a big feast. Moscow എന്ന് പറയുന്നത് ഒരു വലിയൊരു പട്ടണമാണ് മോസ്കോ. And there are so many gentlemen's houses. വളരെയധികം ജെന്റിൽമെൻ ആയിട്ടുള്ള ആൾക്കാരുടെ, വളരെയധികം പണക്കാരുടെ ഒരു ഏരിയയാണിത്. Houses and such a lot of horses and no sheep or dogs are not in a big fields. വളരെ ദേശത്തിൽ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെയോ അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. And the boys in the town don't roam the street with the stars and they don't allow one to sing in a church at Christmas. മാത്രമല്ല ഈ നക്ഷത്രങ്ങളുമായിട്ട് തെരുവിലൂടെ ഇങ്ങനെ കിടന്ന് അലയുന്ന, നക്ഷത്രവും തൂക്കി തെരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കാണാൻ സാധിക്കില്ല. The boys in the town don't roam streets with stars and they don't allow me to
they don't allow one to sing in a church at Christmas. ക്രിസ്മസിന് അവര് ചർച്ചിൽ എന്ത് ചെയ്യാൻ പാടാനായിട്ടും ഈ കുട്ടികൾ എന്ത് ചെയ്യില്ല, അനുവദിക്കില്ല. And they were also seen selling fishing hooks that could even hold a sheet fish weighing 30 pounds. മാത്രമല്ല നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഈ ഫിഷിംഗ് ഹൂക്ക് വിൽക്കുന്ന കുട്ടികളെ കാണാൻ സാധിക്കും. അതൊരു 30 പൗണ്ട് വരെ ഭാരം ഉള്ള ഷീറ്റ് ഫിഷിനെ പിടിക്കാൻ പറ്റുന്ന ഒരു ഫിഷിംഗ് ഹൂക്ക് വിൽക്കുന്ന കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ സാധിക്കും. Then there are shops that have all sorts of guns just like the ones the master has at home. മാത്രമല്ല ഇവിടെ ഈ തോക്ക് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. എന്റെ മാസ്റ്ററിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ തോക്കുകൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. And they must cost 100 rubles each. 100 rubles വെച്ചിട്ട് എന്തായാലും അതിന് എമൗണ്ട് ആവും. Then in the butchers shops they all grouse, woodcock and hares about which they don't say where they were shot. മാത്രമല്ല ഇവിടെ ഈ ഇറച്ചി വിൽപ്പനക്കാര് ഈ കുളക്കോഴിയുടെയും കാട്ടുകോഴിയുടെയും കാട്ടുമുയലിന്റെയും ഒക്കെ ഇറച്ചികള് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. പക്ഷെ അവര് ഒരിക്കലും പറയില്ല അവരെവിടുന്നാണ് അതിന് വെടിവെച്ച് വീഴ്ത്തിയതെന്നൊന്നും അവർ പറയില്ല. പക്ഷെ ഇങ്ങനെ ഒരുപാട് ഈ ഇറച്ചി വിൽപ്പനക്കാര് ഇങ്ങനത്തെ കാട്ടുകോഴിയുടെയും ഈ കുളക്കോഴിയുടെയും കാട്ടുമുയലിന്റെയും ഒക്കെ ഇറച്ചി വിൽക്കുന്നുണ്ട്. And they don't say where they were shot. Dear Granddad, when they have a Christmas tree at the big house, take a gilded nut for me and put it away in the green chest. Ask Miss Olga Ignatievna, tell her it's for Vanka. അപ്പൊ അവിടെ അവർ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗോൾഡൻ നട്ട് നമുക്ക് ഇങ്ങനെ ഈ ക്രിസ്മസ് ട്രീയിലേക്ക് ഇങ്ങനെ തൂക്കിയിടുന്ന പോലുള്ള ആ ഒരു ഗോൾഡൻ നട്ടിൽ ഒരെണ്ണം എടുത്ത് എനിക്ക് ഒന്ന് മാറ്റി വെക്കണം, എന്റെ ആ ഒരു ഗ്രീൻ പെട്ടിക്കകത്ത് വെക്കണം. എന്നിട്ട് മിസ് ഓൾഗ ഇഗ്നറ്റീവിയോട് പറയണം ഇത് എന്റെ കൊച്ചുമോൻ വങ്കയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരെണ്ണം എടുത്ത് മാറ്റി വെക്കണം എന്ന് പറയും. Vanka gave a sharp sigh and once more gazed at the window pane. ഒരിക്കൽ കൂടെ അവൻ എന്ത് ചെയ്തു, ഒരു ദീർഘനിശ്വാസം ഇട്ടിട്ട് ആ വിൻഡോ പെയിനിലേക്ക് അവൻ നോക്കി. Then he remembered his grandfather going to get a Christmas tree for the gentry and taking his grandson with him. Then പണ്ട് അവന്റെ അപ്പൂപ്പന്റെ കൂടെ അവിടെയുള്ള ഒരു വലിയൊരു യജമാനന്റെ ഒരു വലിയൊരു ലാൻഡ് ലോഡിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവന്റെ അപ്പൂപ്പൻ ക്രിസ്മസ് ട്രീ എടുക്കാൻ പോകും. അന്ന് അവന്റെ അപ്പൂപ്പൻ ഇവനെയും കൂടെ നമ്മുടെ വങ്കയും കൂടെ എന്ത് ചെയ്യും, കൊണ്ടുപോകും. ആ ഒരു കാര്യം ഇവനൊന്ന് ഓർത്തു. Oh, what happy times those had been. എന്ത് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അത്. Grandfather would give a chuckle and the frost-bound wood chuckled and Vanka following their example chuckled too. അതായത് അപ്പൂപ്പൻ എന്ത് ചെയ്യും, ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ക്രിസ്മസ് ട്രീ എടുക്കാൻ പോകുന്ന സമയത്ത് അപ്പൂപ്പൻ എന്ത് ചെയ്യും, ഒന്ന് ഊറി ചിരിക്കും. വളരെയധികം ജോളി ആയിട്ട് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൂപ്പന്റെ ചിരി കണ്ടിട്ട് ഞാനും എന്ത് ചെയ്യും, കൂടെ ചിരിക്കും. Before chopping down the fir tree ഒരു ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യാനായിട്ട്, അതായത് ഒരു ദേവദാരു എന്ന് പറയുന്ന ഒരു തരം മരം, ഒരു തരം വൃക്ഷം, അതിങ്ങനെ കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് before chopping down the fir tree, grandfather would smoke a pipe. Grandfather എന്ത് ചെയ്യും, ഒരു സിഗരറ്റ് ഒക്കെ ഒന്ന് വലിച്ചിട്ട് take a long pinch of snuff and laugh at the shivering Vanka. എന്നിട്ട് മൂക്കുപൊടിയൊക്കെ വലിച്ചിട്ട്, അപ്പോഴേ ഭയങ്കര തണുപ്പാണ്, രാത്രിയാണ് ഇത് മുറിക്കാനായിട്ട് പോകുന്നത്, ഈ ദേവദാരു എന്ന വൃക്ഷം മുറിക്കാനായിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ആ സമയത്ത് ഈ വിറച്ചുകൊണ്ട് കൂടെ പോകുന്ന എന്നെ നോക്കിയിട്ട് അപ്പൂപ്പൻ ചിരിക്കുമായിരുന്നു, കളിയാക്കി ചിരിക്കുമായിരുന്നു. The young fir trees coated with the fruit stood motionless, waiting to see which one of them was to die. എന്നിട്ട് ആ ദേവദാരു വൃക്ഷങ്ങളൊക്കെ മോഷൻലെസ്, അതായത് ഒരല്പം പോലും ചലനമില്ലാതെ ഇങ്ങനെ നിൽക്കും. തങ്ങളിൽ ആരാണ് ആദ്യം മരിച്ചു വീഴാനായി പോകുന്നത് എന്ന ഭാവത്തില് അതൊന്നും ചലനം ഇല്ലാണ്ട് ഇങ്ങനെ നിശ്ചലമായിട്ട് അവ നിൽക്കും. Then waiting to see which one of them was to die, and suddenly a hare would come leaping over a snowdrift, swift as an arrow. Grandfather could never help shouting, "Stop! Stop it! Stop it! Oh, you stub-tailed devil!" അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാട്ടുമുയൽ പെട്ടെന്ന് ചാടി നമ്മുടെ മുന്നിൽ കൂടെ വളരെ വേഗത്തിൽ അതിങ്ങനെ പോകുന്ന സമയത്ത് അപ്പൂപ്പൻ ഒരുപാട് ഷൗട്ട് ചെയ്യുകയായിരുന്നു, സ്റ്റോപ്പ് സ്റ്റോപ്പ്, ചെകുത്താനെ, കുറിവാലുള്ള ചെകുത്താനെ എന്നൊക്കെ വിളിച്ചിട്ട് അപ്പൂപ്പൻ ഒരുപാട് ഷൗട്ട് ചെയ്യുമായിരുന്നു. Then
Grandfather would drag the tree to the big house and they would start decorating it. Miss Olga Ignatievna, Vanka's favorite, was the busiest of all. അവിടെ ഈ ക്രിസ്മസ് ട്രീയും കൊണ്ടിട്ട് ഞങ്ങൾ ആ വലിയ വീട്ടിലേക്ക്, ആ യജമാനന്റെ വലിയ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് they would start decorating it. എന്നിട്ട് അവരതിനെ ഡെക്കറേറ്റ് ചെയ്യും, ക്രിസ്മസ് ട്രീ ഒരുക്കും. മിസ് ഓൾഗ ഇഗ്നത്യേവ്ന, വങ്കാസ് ഫേവറേറ്റ്, വങ്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഗ്നത്യേവ്ന ആണ്, വാസ് ദ ബിസിയസ്റ്റ് ഓഫ് ഓൾ. ആ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിൽ വളരെയധികം ഉത്സാഹത്തോടു കൂടി മുന്നിൽ നിൽക്കുക. Then while Pelagia, Vanka's mother, was alive and in service at the big house, വങ്കയുടെ അമ്മ ആ വീട്ടിലാണ്, ആ വലിയ വീട്ടില് ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് Alternatively used to give Vanka sweets and amuse herself by teaching him to read and write and count to 100. ആ സമയത്ത് വങ്കയുടെ അമ്മ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇഗ്നത്തേവിയ ഈ വങ്കയ്ക്ക് ഒരുപാട് സ്വീറ്റ്സ് കൊടുക്കുമായിരുന്നു. പിന്നെ മാത്രമല്ല അവൻ എന്ത് ചെയ്യുമായിരുന്നു, എഴുതാൻ പഠിപ്പിക്കുമായിരുന്നു, വായിക്കാൻ പഠിപ്പിക്കുമായിരുന്നു, 1 മുതൽ 100 വരെ എണ്ണാൻ പഠിപ്പിക്കുമായിരുന്നു. Then and even to dance the quadrille. മാത്രമല്ല അവനെ ഒരുപാട് നൃത്തം, ഒരു സംഘനൃത്തം ഒക്കെ കളിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു, കളിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. But when Pelagia died, the orphaned Vanka was sent down to the back kitchen to his grandfather and from there to Moscow to Eliakim the shoemaker. പക്ഷേ വങ്കയുടെ അമ്മ മരിച്ചതിനെ തുടർന്ന് വങ്കയും വങ്കയുടെ ഗ്രാൻഡ് ഫാദറിനെയും അതിന്റെ ബാക്കിലുള്ള, അവരുടെ വീട്ടിന്റെ പുറകിലുള്ള ഒരു കിച്ചണിലോട്ട് മാറ്റുകയും അവിടെ നിന്ന് അവസാനം ഇവനെ മാത്രം, നമ്മുടെ വങ്കയെ മാത്രം മോസ്കോയിലുള്ള ഒരു വലിയൊരു അലിയാഖാൻ എന്നൊരു ഷൂ മേക്കറിന്റെ കടയിലോട്ട് ഒരു ജോലിക്കായിട്ട് ഇവനെ കൊണ്ട് ആക്കുകയും ചെയ്തു. അവന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അവന്റെ ഈ കഷ്ടതകളെല്ലാം അവൻ തുടങ്ങുന്നത്. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്. ഇതെല്ലാം ഓർത്തിട്ട് അവൻ വീണ്ടും അവന്റെ അപ്പൂപ്പൻ എഴുതുകയാണ്. അപ്പൂപ്പ ഒന്ന് വളരെ പെട്ടെന്ന് വാ. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്, കണ്ടിന്യൂഡ് വങ്ക. I beg you for Christ's sake take me away from here. ഞാന് ദൈവത്തെ ഓർത്ത് ഞാൻ വിളിക്കുകയാണ്, ദൈവത്തിന്റെ കൂടെ കരഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. Pity me and happy often they beat me all the time and I am always hungry and I am so miserable here. എപ്പോഴും എന്നെ അവർ തല്ലുകയാണ്, എനിക്കിനി സഹിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവർ എനിക്ക് ഒന്നും കഴിക്കാൻ തരുന്നില്ല, എന്നെ എപ്പോഴും അവർ തല്ലുകയാണ്. And I'm so miserable here. I can't tell you, I cry all the time. എപ്പോഴും ഞാൻ കരയുകയാണ്. And one day the master hit me over the head with a last and I fell down and thought I would never get up again. ഒരു ദിവസം എന്റെ യജമാനൻ എന്റെ തലയില് ആ ഒരു നെൽറ്റ് വെച്ചിട്ട് എന്നെ അടിച്ചു, ആ ഒരു ലാസ്റ്റ് വെച്ചിട്ട് എന്നെ അടിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചത് പിന്നെ എനിക്ക് ജീവിതത്തിൽ എനിക്ക് തിരിച്ചെണീക്കാൻ പറ്റില്ലെന്ന്. അത്തരത്തിലുള്ള ഒരു അടിയാണ് എന്റെ തലയിൽ, എന്റെ ബാക്ക് തലയിലായിട്ട് എന്നെ അടിച്ചത് അദ്ദേഹം. Then I have such a miserable life, worse than a dog. ഒരു പട്ടിയെക്കാട്ടിലും മോശമായിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. പട്ടിയെ പോലും അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, അത്രയ്ക്ക് വളരെ മോശമായിട്ടാണ് അവർ എന്നെ ഇവിടെ നോക്കുന്നത്. And I send my love to Eleona, one-eyed yoga and the coachman, and don't give my concertina to anyone. എന്റെ അന്വേഷണം എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ പറയുകയാണ്, എന്റെ കൺസേർട്ടിന്, എന്റെ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആർക്കും കൊടുക്കരുത്. I remind your grandson Anton Chekhov, dear granddad, do come. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ ഇവിടുന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതുകയാണ്. Then Vanka folded the sheet of paper in 4 and put it into an envelope which he had bought the day before for a kopeck. അവന് ഇത്രയും എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു പേപ്പർ, ആ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനെ ഫോൾഡ് ചെയ്യുന്നു. Folded the sheet of paper in 4, 4 ഇങ്ങനെ മടക്കിയിട്ട് and put it into an envelope, ഒരു envelope-നകത്ത് അവൻ അതിനെ വയ്ക്കുന്നു. And which he had bought the day before for a kopeck. ഒരു തലേന്ന് ഒരു റഷ്യൻ കോപ്പെക് എന്ന് പറഞ്ഞാൽ ഒരു റഷ്യൻ നാണയമാണ്. ആ
ഒരു യൂണിറ്റ് ഓഫ് റഷ്യൻ കറൻസി. ആ എമൗണ്ടിന് അവനൊരു എൻവലപ്പ് വാങ്ങിച്ചിരുന്നു. അതിനകത്ത് അവൻ ഇട്ടിട്ട് and put it into an envelope which he had bought the day before for a compact. Then he paused to think, dipped his pen into the ink pot and wrote. ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചിരുന്നതിന് ശേഷം വീണ്ടും ഇങ്ങനെ മഷി എടുത്തതിന് ശേഷം എഴുതുകയാണ്, ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. അവന് ശരിക്കുള്ള അഡ്രസ് അറിയില്ല. ഇത്രയും അവന്റെ കഷ്ടതകളും അവന്റെ ദുരിതങ്ങളും അവന്റെ പ്രശ്നങ്ങളും അവന്റെ ആ ഒരു ചിന്തകളും എല്ലാം അവൻ ആ കത്തിൽ എഴുതിയതിനു ശേഷം അവൻ ആ ഒരു എൻവലപ്പിനകത്ത് ഇട്ടിട്ട് എൻവലപ്പിന്റെ മുകളില് അഡ്രസ്സിന് പകരം അവൻ എഴുതുകയാണ്, ഗ്രാമത്തിലെ എന്റെ മുത്തച്ഛന് എന്ന് പറഞ്ഞിട്ട് അവൻ അത് എഴുതിയതിനു ശേഷം അവൻ ഒരു അല്പസമയം ഒന്ന് ആലോചിച്ചിട്ട് ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ്. ദെൻ ഹി റിയലൈസ്, അങ്ങനെ എഴുതിയാൽ ഇനി അപ്പൂപ്പന് ഈ ലെറ്റർ കിട്ടുമോ? സോ ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ്, തോട്ട് അഗെയിൻ, ദെൻ ആഡഡ്. ഒന്ന് വീണ്ടും ചിന്തിച്ചു, ഇനി ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് ഇനി അപ്പൂപ്പന്റെ ലെറ്റർ കിട്ടാണ്ടിരിക്കുവോ? സോ ഹി റോട്ട് ദാറ്റ് നെയിം ടു കോൺസ്റ്റാന്റിൻ മാക്രിച്ച്. കോൺസ്റ്റാന്റിൻ മാക്രിച്ച് എന്ന മുത്തച്ഛന്റെ യഥാർത്ഥ നാമം കൂടി അവൻ എഴുതി. അപ്പോഴും അവൻ ആ മുത്തച്ഛന്റെ ശരിയായിട്ടുള്ള സ്ഥലവോ ആ പിൻകോഡോ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ഈ ലെറ്റർ എങ്ങനെങ്കിലും മുത്തച്ഛന് എത്തണം എന്ന ആ ഒരു ആഗ്രഹത്തില് അവൻ ജസ്റ്റ് അതിന്റെ പേരും മുത്തച്ഛന്റെ പേരും മാത്രം എഴുതി. Then, pleased that no one had prevented him from writing, he put on his cap and ran out into the street without putting his coat on over his shirt. Pleased that no one had prevented him from writing. ആരും താൻ എഴുതിയ ഈ ലെറ്റർ മറ്റാരും കണ്ടില്ല, അല്ലെങ്കിൽ മറ്റാരും കാണാതെ ആ ലെറ്റർ എഴുതി പൂർത്തിയാക്കാൻ പറ്റി എന്ന ഒരു ആത്മസംതൃപ്തിയോടുകൂടി അവൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് പോസ്റ്റ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ക്യാപ്പ് എടുത്തു വെച്ചു. ദെൻ ഓവർകോട്ട് ഒന്നും ഇടാണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, ആ കത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചു. Then the men at the butcher's told him when he asked them the day before, the letters are put into the letter boxes and from these boxes sent all over the world on mail coaches with the 3 horses and drunken drivers and the jingling bells. So അവൻ ഓൾറെഡി നേരത്തെ തന്നെ അതിന് പ്ലാൻ ചെയ്തിരുന്നു എങ്ങനെയാണ് ഈ ലെറ്റർ എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് കുറച്ചു ദിവസം മുന്നേ ആ ഇറച്ചി വെട്ടുന്ന കടയിലുള്ള ആ ചേട്ടൻ പറഞ്ഞു, ഈ ലെറ്റേഴ്സ് ആ ലെറ്റർ ബോക്സിൽ നിന്നും ലെറ്റേഴ്സ് എടുത്തുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അതിൽ മെൻഷൻ ചെയ്യാൻ ഡ്രങ്കൻ ഡ്രൈവേഴ്സ്, മദ്യപന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ലെറ്റേഴ്സുമായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് 3 ഹോഴ്സസിന്റെ പുറത്ത് ബെൽ മുഴക്കിക്കൊണ്ട് മണിനാഥം മുഴക്കിക്കൊണ്ട് അവർ ഈ കത്തുമായി യാത്ര തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യാത്ര പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ബുച്ചേഴ്സ് ഷോപ്പിൽ ആ ഇറച്ചി വെട്ടുന്ന കടയിലുള്ള ആൾക്കാർ പറഞ്ഞ് ഇവൻ അറിഞ്ഞിട്ടുണ്ട്. So Vanka ran as far as the nearest letter box and dropped his precious letter into the slit. വളരെ വേഗത്തിൽ ഏറ്റവും തൊട്ടടുത്തുള്ള ലെറ്റർ ബോക്സ് ലക്ഷ്യമാക്കി അവൻ വളരെ വേഗത്തിൽ ഓടി. To post that precious letter into the slit. അവിടെ വളരെ പ്രീഷ്യസ് ലെറ്റർ എന്നാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. കാരണം അവന്റെ ഏക ഒരു പ്രതീക്ഷയാണ് ഈ ലെറ്റർ അപ്പൂപ്പന്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പൂപ്പൻ കണ്ടിട്ട് ഇവന്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഇവനെ ഈ നാട്ടിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് അപ്പൂപ്പൻ വരും, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് അപ്പൂപ്പൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അവൻ ലെറ്റർ കൊണ്ട് പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് he mentioned it as a precious letter. An hour later, lulled by rosy hopes, he was fast asleep. He dreamed of his stove. On the stove ledge sat his grandfather, his bare feet dangling, reading the letter to the cooks. Eel was walking backwards and forwards in front of the stove, wagging his tail. Then ആ ലെറ്റർ അവിടെ പോസ്റ്റ് ചെയ്തിട്ട് വളരെയധികം മധുര സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പാട്ടുകൾ പാടി അവൻ തിരിച്ചു വന്നിട്ട് അവൻ സ്വപ്നം കാണുകയാണ്. ആൻഡ് ഹി വാസ് ഫാസ്റ്റ് അസ്ലീപ്. മധുര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അവൻ വളരെ വേഗത്തിൽ ഉറങ്ങി. അവൻ ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ് ഇവന്റെ അപ്പൂപ്പൻ ആ ലെറ്റർ വായിക്കുന്നതും, അല്ലെങ്കിൽ ആ ലെറ്റർ കിട്ടിയിട്ട് അപ്പൂപ്പൻ ആ അടുക്കളയിലുള്ള ആ സെർവൻസിന്റെ ഒപ്പം ഇരുന്ന് അപ്പൂപ്പൻ ആ ഒരു കാലാട്ടിക്കൊണ്ട് ആ ലെറ്റർ വായിക്കുന്നത് ഇവൻ സ്വപ്നം കാണുകയാണ്. അതേ സമയത്ത് Eel was walking backwards. അവിടുത്തെ അപ്പൂപ്പന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സന്തത സഹചാരിയായിട്ടുള്ള ആ പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് നടക്കുന്നതും അവൻ അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. See, it's a very very heart touching story, right? ഒരുപാട് ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് വങ്ക. ക്യാരക്ടർ സ്കെച്ച്, വങ്കയുടെയും
വങ്കയുടെ അപ്പൂപ്പന്റെയും ക്യാരക്ടർ സെറ്റ് ഇതിൽ നിന്ന് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാം. ദെൻ വങ്ക എഴുതുന്ന ലെറ്റർ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് റിപ്ലൈ, അത് ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. മോർ ഓവർ വങ്കയുടെ സിറ്റുവേഷൻ, പെതറ്റിക് കണ്ടീഷൻ ഓഫ് വങ്ക, അതൊരു റൈറ്റപ്പ് ആയിട്ടോ റിവ്യൂ ആയിട്ടോ ഒരു നരേഷൻ ആയിട്ടോ ഒക്കെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ആന്റൺ ചെക്കോവിന്റെ വങ്ക എന്ന ചാപ്റ്റർ. സോ ഗൈസ്, please do read this chapter very carefully and understand its summary and understand this chapter. So guys, I hope you all understood this chapter very well. Thank you guys. See you in the next class.